പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഊന്നുന്നത്. ഒന്നാമതായിട്ട്, ഒരാളോടൊരു കാര്യം പറയുമ്പം അത് 1-2 വാക്കിൽ ഒതുക്കി സംസാരിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അവരോടുള്ള മറുപടി 1-2 വാക്കിൽ ഒതുക്കാൻ പറ്റുമോ. രണ്ടാമതായിട്ട്, സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വെർബിനെയും എങ്ങനെ ബന്ധിപ്പിക്കാനാകും, അതും ഇംഗ്ലീഷിൽ ചിന്തിച്ച് ബന്ധിപ്പിക്കണം. മൂന്നാമതായിട്ട്, ഇത് ഇന്ന് നടന്നതാണോ, നാളെ നടക്കുന്നതാണോ, മുമ്പ് നടന്നതാണോ എന്നൊക്കെ പെട്ടെന്ന് ആലോചിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 1ാമത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റിനെ പറ്റിയും 2ാമത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റും വേർബും എങ്ങനെ ബന്ധിപ്പിക്കാം എന്നതും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് എന്ന് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് 1ാമത്തെ കാര്യമായിട്ട്, ഒരാളോട് പെട്ടെന്ന് എങ്ങനെ മറുപടി പറയാം. നമ്മൾ ചില നിമിഷങ്ങളിൽ അയ്യോ ഇതെന്താ ഇതിന് ആൻസർ പറയേണ്ടതെന്ന് ആലോചിക്കാറുണ്ടല്ലേ. അതെങ്ങനെ കണ്ടുപിടിച്ച് പറയാം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ചോദിക്കുകയാണ്, ആർ യു ഹാപ്പി, നിങ്ങൾ സന്തോഷവാനാണോ എന്നാണ് ചോദിക്കുന്നത്. ആർ യു ഹാപ്പി, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷവതിയാണോ, ഇതാണ് ചോദിക്കുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ എന്താ ഉദ്ദേശിക്കുന്നത് ചിലപ്പം മനസ്സിലായി എന്ന് വരില്ല. നിങ്ങൾ ഉടൻ തന്നെ ആർ യു ഹാപ്പി എന്നുള്ളത് 1 സെക്കൻഡ് കൊണ്ട് അത് യു ആർ എന്നാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സന്തോഷവാനാണ് എന്നാണ് യു ആർ ഹാപ്പി, നിങ്ങൾ സന്തോഷവാനാണ്. പക്ഷെ ആ യു ആർ എന്നുള്ളതിൻ്റെ ആർ ആദ്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഏത് സെൻറ്റൻസിലും ആദ്യത്തേത് ഓക്സിലിയറി വേർബ് ആണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാനാണോ എന്നാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാം? യെസ് അല്ലെങ്കിൽ നോ. അപ്പം ആർ യു ഹാപ്പി എന്നത് യു ആർ ഹാപ്പി എന്നതിൻ്റെ ചോദ്യരൂപമാണ്. നിങ്ങൾ സന്തോഷവാനാണ് എന്നതിൻ്റെ ചോദ്യരൂപമാണ് ആർ യു ഹാപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കൊടുക്കാം യെസ്, ഓട്ടോമാറ്റിക്കലി അത് വരും ഐ ആം ഹാപ്പി, അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് ഹാപ്പി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഓക്സിലിയറി വേർബ് ആദ്യം വരികയാണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓക്സിലിയറി വേർബിനെ പറ്റി ചെറിയൊരു ഇത് തന്നിരുന്നു. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഓക്സിലിയറി വേർബ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സഹായക ക്രിയകൾ എന്ന് പറയും. ഈ 24 ഓക്സിലിയറി വേർബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചേക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഡു, ഡസ്, ഡിഡ് പോലെ, വിൽ, ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ് പോലെയുള്ള 24 ഓക്സിലിയറി വേർബ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലിയറി വേർബ് ആദ്യം വരികയാണെങ്കിൽ അതെന്താണ്, അത് ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചില എക്സെപ്ഷൻ ഉണ്ട്, പക്ഷേ എല്ലായിടവും മിക്കവാറും 90% ഈ ഓക്സിലറി വേർബിൽ ഏതാദ്യം വന്നാലും അതാണ് 1ാമത്തെ മാർഗം. അതായത് ഓക്സിലറി വേർബ് ആദ്യം ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. കൂടുതലും നമ്മളോട് ഇങ്ങോട്ട് ഒരു സംഭാഷണം നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യം ചോദിച്ച് ആൻസർ പറയലായിരിക്കുമല്ലോ. അപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പം ഓക്സിലറി വേർബിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന് ആൻസർ പറയാൻ ശ്രമിക്കുക. ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ അത് യു ആർ ഹാപ്പി എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് യെസ് ഐ ആം ഹാപ്പി അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് ഹാപ്പി എന്ന് ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നീ സന്തോഷവാനാണോ, ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കാര്യം ആയതുകൊണ്ട് തന്നെ യെസ് ഐ ആം, ഞാനാണ് ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കാണുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സംശയമുള്ളവർ ആ ക്ലാസ് ഒന്ന് കാണണം. ഇതിന് തൊട്ട് മുമ്പുള്ള ഡേ 2ൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഒപ്പം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ ഐ ആം ഹാപ്പി എന്ന് നമുക്ക് പറയാം. ഇനി തൊട്ടടുത്തായിട്ട് ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമിലാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ആർ യു ഹാപ്പി പറഞ്ഞപ്പോൾ മനസ്സിലായി. തൊട്ട് വീണ്ടും ചോദിക്കുക, ഈസ് ഹി ഹാപ്പി,
ഈസ് ഹീ ഹാപ്പി? അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കണം. ഏത് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്? ഹീസ് ഹാപ്പി എന്നതിൻ്റെ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവൻ സന്തോഷവാനാണ് എന്നാണ് ഹീസ് ഹാപ്പി എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈസ് ഹീ ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ അവൻ സന്തോഷവാനാണോ? അപ്പം എന്താണ്? സന്തോഷവാനാണെങ്കിൽ നമുക്കറിയാം യെസ് ഹീസ് ഹാപ്പി, അല്ലെങ്കിൽ നോ ഹീസ് നോട്ട് ഹാപ്പി. പെട്ടെന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ സെയിം കാര്യം തന്നെ ഇപ്പം നമ്മൾ ആർ യു ഹാപ്പി എന്ന് പറഞ്ഞതിനെ ആറിൻറ്റ് യു ഹാപ്പി എന്ന് വരുമ്പോൾ എന്താവും? സന്തോഷവാനല്ലേ എന്നാവും. നീ സന്തോഷവാനാണോ എന്നത് ആറിൻറ്റ് എന്ന് വരുമ്പം, ആർ യു ഹാപ്പി വരുമ്പം നീ സന്തോഷവാനാണോ എന്നാണെങ്കിൽ, ആറിൻറ്റ് യു ഹാപ്പി എന്ന് വരുമ്പോഴത്തേന് നീ സന്തോഷവാനല്ലേ എന്ന് വരും. അപ്പോഴും നമുക്കവിടെ യെസ് ഐ ആം ഹാപ്പി അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് ഹാപ്പി പറയാം. ഇങ്ങനെ തന്നെ ഹീസ് ഹാപ്പിയെ അവൻ സന്തോഷവാൻ അല്ലേ എന്ന് ചോദിക്കാൻ ഈസിൻറ്റ് ഹി ഹാപ്പി? അവൻ സന്തോഷവാനല്ലേ? യെസ് ഹി ഈസ് അല്ലെങ്കിൽ നോ ഹി ഈസ് നോട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ഈസ് ആം ആർ വെച്ചിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അവിടെ ആ ഈസ് ആം ആറിൻ്റെ അതിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണം. അതേ ഫോമിൽ തന്നെ നിങ്ങൾ ആൻസർ കൊടുക്കുക. ആ സമയത്ത് ഒരാൾ ചോദിക്കുകയാണ് വേർ യു ഹാപ്പി യെസ്റ്റർഡേ, വേർ യു ഹാപ്പി? നീ ഇന്നലെ വേർ യു ഹാപ്പി? വേർ WERE വേർ യു ഹാപ്പി? യെസ്റ്റർഡേ, ഇന്നലെ നീ സന്തോഷവാനായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് പറയേണ്ടത്? അവിടെ വേറായതുകൊണ്ട്, അത് ഇന്നലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആയി വരുമ്പോൾ എന്ത് പറയണം? യെസ് ഐ വാസ് ഹാപ്പി യെസ്റ്റർഡേ, അല്ലെങ്കിൽ നോ ഐ വാസ് നോട്ട് ഹാപ്പി യെസ്റ്റർഡേ. ഓക്കെ, വേർ യു ഹാപ്പി അതെന്തായി? യെസ് ഐ വാസ് ഹാപ്പി അല്ലെങ്കിൽ നോ ഐ വാസ് നോട്ട് ഹാപ്പി. ഈ ഹീസ് ഹാപ്പി എന്നുള്ള സെൻറ്റൻസിനെ നമ്മൾ മാറ്റിയ പോലെ വാസ് ഹി ഹാപ്പി യെസ്റ്റർഡേ, ഇന്നലെ അവൻ സന്തോഷവാനായിരുന്നോ? അപ്പോൾ എന്തു പറയാം? യെസ് ഹി വാസ് ഹാപ്പി അല്ലെങ്കിൽ നോ ഹി വാസ് നോട്ട് ഹാപ്പി. അപ്പം സന്തോഷവാനായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു. അതുപോലെ സന്തോഷവാനാണോ എന്ന് ചോദിച്ചപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇല്ലേ? ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം. വിൽ യു ബി ഹാപ്പി ടുമോറോ? നീ നാളെ സന്തോഷവാനാകുമോ? ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞ ആറും വേറും വില്ലും ഒക്കെ ഇവിടെ കൊണ്ടുവരികയാണ്. വിൽ യു ബി ഹാപ്പി ടുമോറോ? നീ നാളെ സന്തോഷവാനാകുമോ? അപ്പം എന്താണ് അവിടെ? വിൽ വന്നപ്പം ആകുമോ എന്നായി, അത് ക്വസ്റ്റ്യൻ ആയി. നമ്മൾ ശരിക്കും സെൻറ്റൻസ് ആണെങ്കിൽ ഹി വിൽ ബി ഹാപ്പി ടുമോറോ എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് ക്വസ്റ്റ്യൻ ആയപ്പോൾ വിൽ ഹി ബി ഹാപ്പി ടുമോറോ? അവൻ നാളെ സന്തോഷവാനാകുമോ? യെസ് ഹി വിൽ ബി ഹാപ്പി ടുമോറോ അല്ലെങ്കിൽ നോ ഹി വിൽ നോട്ട് ബി ഹാപ്പി ടുമോറോ. ഓക്കെ ആണോ? അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം വിൽ യു ബി ഹാപ്പി ടുമോറോ? നീ നാളെ ഹാപ്പി ആയിരിക്കുമോ? അപ്പം എന്താണ്? ഇപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ വരുന്നു എന്ന്. ഐ വിൽ ബി ഹാപ്പി അല്ലെങ്കിൽ യു വിൽ ബി ഹാപ്പി എന്നുള്ളതാണ്. വിൽ യു ബി ഹാപ്പി ടുമോറോ? യെസ് ഐ വിൽ ബി ഹാപ്പി ടുമോറോ അല്ലെങ്കിൽ നോ ഐ വിൽ നോട്ട് ബി ഹാപ്പി ടുമോറോ. അപ്പോൾ നീ നാളെ സന്തോഷവാനാകില്ലേ എന്നാണെങ്കിലോ വോണ്ട് ഹി അല്ലെങ്കിൽ വിൽ നോട്ട് ഹി ബി ഹാപ്പി, വിൽ നോട്ട് ഐ ബി ഹാപ്പി ടുമോറോ അല്ലെങ്കിൽ വിൽ നോട്ട് യു ബി ഹാപ്പി ടുമോറോ? യെസ് ഐ വിൽ ബി ഹാപ്പി ടുമോറോ അല്ലെങ്കിൽ നോ ഐ വിൽ നോട്ട് ബി ഹാപ്പി ടുമോറോ. അവൻ വരുമ്പോഴും സെയിം ആണ് വരുന്നത്. വിൽ ഹി ബി ഹാപ്പി ടുമോറോ? യെസ് ഹി വിൽ ബി ഹാപ്പി ടുമോറോ അല്ലെങ്കിൽ നോ ഹി വിൽ നോട്ട് ബി ഹാപ്പി ടുമോറോ. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 3 രീതിയിലുള്ള സംസാരങ്ങളിലും ഓക്സിലിയറി വേർബാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ യു ക്യാൻ ആൻസർ ആസ് യെസ് അല്ലെങ്കിൽ നോ. ഓക്കെ, ഓക്സിലറി വേർബ് എവിടെ വന്നാലും നിങ്ങൾക്കിപ്പം ക്യാൻ യു ഫ്ലൈ, നിനക്ക് ഫ്ലൈ ചെയ്യാൻ പറക്കാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ അല്ലെങ്കിൽ നോ ഐ കനോട്ട്. ഇത്രയേ ഉള്ളൂ. ഏത് വന്നാലും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഇപ്പോൾ ഏത് രീതിയിലുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏത് ഓക്സിലറി വേർബ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നാലും ആ ഓക്സിലറി വേർബിൽ തന്നെ റിപ്ലൈ ചെയ്യുക.
അപ്പം എന്താകും? അത് കറക്റ്റായിട്ട് അതിൻ്റെ ആപ്റ്റ് മറുപടിയായിട്ട് മാറും. അതാണ് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ സബ്ജക്റ്റിനെ നോക്കണ്ട, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതില്ല, ഒന്നും തന്നെ ഇല്ല. ഇവിടെ സബ്ജക്റ്റ് നോക്കുക അല്ലെങ്കിൽ വെർബ് നോക്കുക ഒന്നും ചെയ്യണ്ട. മറിച്ച് ഇവിടെ എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ ഓക്സിലറി വേർബിൽ തന്നെ മറുപടി പറയുക. അപ്പോഴത്തേനും അത് ഓക്കെ ആയി. ഇപ്പൊ വിൽ വെച്ചിട്ട് ചോദിക്കുമ്പോൾ വില്ലിൽ പറയാം, വാസ് ഓർ വെയർ വെച്ചിട്ട് വാസ് ഓർ വെയറിൽ ആൻസർ പറയാം, ആമീസ് ഓർ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ആമീസ് ഓറിൽ ആൻസർ പറയാം. ഓക്കെ, ഇങ്ങനെ ആൻസർ പറഞ്ഞാൽ ഈ ഒന്നാമത്തെ പ്രശ്നം, അതായത് എനിക്കൊരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ അതേ രീതിയിൽ എങ്ങനെ മറുപടി പറയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റും എന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ക്യാൻ യു കം വിത്ത് മീ? യെസ് ഐ ക്യാൻ കം വിത്ത് യു, അല്ലെങ്കിൽ നോ ഐ കനോട്ട് കം വിത്ത് യു. അത്രയുള്ള ആൻസർ. ഓക്കെ, വിൽ യു ഹെൽപ്പ് മീ? നിനക്കെന്നെ സഹായിക്കാമോ? യെസ് ഐ വിൽ ഹെൽപ്പ് യു, അല്ലെങ്കിൽ നോ ഐ വിൽ നോട്ട് ഹെൽപ്പ് യു. നിനക്കെന്നെ സഹായിക്കാമോ? ഞാൻ സഹായിക്കാം, അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു എന്ന് നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വിൽ യു ഹെൽപ്പ് മീ നമുക്ക് ചോദ്യം ചോദിച്ചൂടെ? വളരെ എളുപ്പത്തിൽ ആ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ക്വസ്റ്റ്യൻ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചൂടെ? ഇതാണ് ഫസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഒരു സബ്ജക്റ്റിനെയും വെർബിനെയും ബന്ധിപ്പിക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റിനെയും വെർബിനെയും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഒരു 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം ദേ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ് അല്ലേ? ഐ എന്ന് പറയുന്നത് ഞാനൊരാളാണ്, അല്ലെങ്കിൽ ഹി എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണ്. അപ്പം ഹി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊന്ന് ശ്രദ്ധിക്കാം. ഹി ഒരു അധ്യാപകനാണെന്ന് പറയുമ്പം ഹി ഈസ് എ ടീച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടാമതായിട്ട് അവർ ടീച്ചേഴ്സ് ആണെന്ന് പറയുമ്പം ദേ ആർ ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ മനസ്സിലായില്ലേ? ഞാൻ വിശദമായിട്ട് അത് കൂടെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് സബ്ജക്റ്റും വെർബും എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതിന് സിംഗുലറായ സബ്ജക്റ്റിനെയും സിംഗുലറായ വെർബിനെയും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹി പറഞ്ഞത് സിംഗുലറാണ്, ഈസ് സിംഗുലറാണ്, ദേ പ്ലൂറലാണ്, ആർ പ്ലൂറലാണ്. അപ്പം ഹി ഈസ് എ ടീച്ചർ, ദേ ആർ ടീച്ചേഴ്സ് എന്ന് വന്നു. അപ്പം അവിടുത്തെ സബ്ജക്റ്റും വെർബും നമ്മൾ എപ്പോഴും അത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്, മനസ്സിലാക്കുക. രണ്ടാമത്തതായിട്ട് പേഴ്സൺ എന്ന് പറയും. അതായത് പേഴ്സൺ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഐ എന്നതിനോടൊപ്പം വരുന്ന ഒരേ ഒരു ഓക്സിലറി വെർബാണ് ആം. മറ്റുള്ളതൊന്നും വരത്തില്ലെന്നല്ല, ആമിസാറിൽ ഈസും ആറും വരത്തില്ലെന്നാട്ടോ ഉദ്ദേശിച്ചത്. ഐ ആം ആണ്. ഓക്കെ, എന്നാൽ അവിടെ വി വരുമ്പോൾ അവിടെ ആറാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൈ ചൂണ്ടുന്ന വേറൊരാളിലേക്ക് ചൂണ്ടുമ്പോൾ നമ്മളെ തൊട്ട് പറയുന്നതിനാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇപ്പം ഞാൻ എന്നെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്ന ഞാൻ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ പിടികിട്ടും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മലയാളത്തിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ, എന്നെക്കുറിച്ച്, ഞങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാനുമായി ബന്ധപ്പെട്ടതെല്ലാം ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇപ്പം ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് തന്നെ കൈവെക്കുന്നു, ഞാൻ എന്നെ ചൂണ്ടുന്നു, അപ്പം ഞാനായി. എൻ്റെ കൂടെയുള്ള കുറേ പേരാകുമ്പോൾ അത് ഞങ്ങളായി. അതാണ് ഐ അല്ലെങ്കിൽ വി. അതിനാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഞാൻ കൈ ചൂണ്ടുന്നത് ആരെയാണ്? നിങ്ങളെയാണ്, അല്ലെങ്കിൽ നിന്നെയാണ്. അത് യു. അപ്പം സെക്കൻഡ് പേഴ്സൺ യു ആയി. എന്നാൽ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ നിന്നോട് പറയുന്നത് അവനെക്കുറിച്ചോ അവളെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒക്കെയാണ് അല്ലേ? അപ്പം ഹി, ഷീ, ഇറ്റ്, ദേ, ഇത്രയും എന്താണ്?
തേർഡ് പേഴ്സൺ ആണ്. ഈ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും മനസ്സിലാക്കി വെക്കുക. ഞാൻ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയുന്നത് അത് ഫസ്റ്റ് പേഴ്സൺ ഐ ആൻഡ് വി ആണ്. നീ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഞാൻ കൈ ചൂണ്ടുന്നത് ആരോ അവരാണ് സെക്കൻഡ് പേഴ്സൺ വരുന്നത്. ഞാൻ ആരെക്കുറിച്ചാണോ നിന്നോട് പറയുന്നത് അത് ചിലപ്പോൾ അവൻ ഹീ ആവാം, അവൾ ഷീ ആവാം, അല്ലെങ്കിൽ ഇറ്റ് അതായത് മൂന്നാമതൊരാളല്ലേ തേർഡ് പേഴ്സൺ, അതാണ് തേർഡ് പേഴ്സൺ. ദേ ആവാം. അപ്പം ഹി ഷീ ഇറ്റ് ദേ വരുമ്പോൾ അതെന്തായി, അത് തേർഡ് പേഴ്സൺ ആയി. അപ്പം ഇവിടെയും മനസ്സിലാക്കുക, സബ്ജക്റ്റും വേർബും പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ പേഴ്സൺ എഗ്രിമെൻ്റ് ഉണ്ടാകണം. അതായത് ഐ ആം, വി ആർ. യു വരുമ്പോൾ എന്ത് വരണം, ആർ വരണം. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദേ ആർ. ഇവിടെയും പേഴ്സൺ എഗ്രിമെൻ്റ്, അതായത് ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ടെൻസ് ആണ്. ടെൻസ് എന്ന് പറയുന്നത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വളരെ വിശാലമായിട്ട് ഗ്രമാറ്റിക്കൽ രീതിയിലല്ലാതെ ശൈലികളിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അടുത്ത ക്ലാസ്സുകളും കണ്ടുപോകാൻ ഓർക്കുക. ഓക്കെ, ഈ ടെൻസ് വരുമ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഷീ വരുമ്പം ഷീസ് ഗോയിങ്. എന്നാൽ പാസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് വരും, ഷീ വാസ് ഗോയിങ് ആവും. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഷീ വിൽ ബി ഗോയിങ് ആവും, ഇല്ലേ? അപ്പം ഇങ്ങനെ ടെൻസിനെ മനസ്സിലാക്കിയുള്ള ഉപയോഗം, സബ്ജക്റ്റും വെർബും പരസ്പരം ടെൻസിനെ മനസ്സിലാക്കി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനെ നമ്മൾ ശരിക്കും പിടികിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ സംസാരിക്കുന്നത് ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റൂല. കാരണം ടെൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അത് ഗ്രമാറ്റിക്കൽ യൂസിലും വേയിലും ഒക്കെ പറയുമെങ്കിലും അത് ഗ്രാമർ ബേസ് മനസ്സിലാക്കാതെ അതിൻ്റെ യൂസേജ് ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി പോയാൽ ടെൻസ് എന്ന് പറയുന്നത് വളരെ ഈസിയും ഏറ്റവും രസകരമായി നമുക്ക് പഠിക്കാവുന്നതുമാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ബോറടിയും ഇല്ലാത്ത രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻസ് പറയുമ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നാളത്തേതെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റൂലല്ലോ. ഇന്നലെ നടന്ന കാര്യത്തെപ്പറ്റി ഇന്ന് വരുന്ന ടെൻസ് വെച്ച് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതാണ് സബ്ജക്റ്റ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വെർബ് അതേ ടെൻസിലായിരിക്കണം. ഇന്ന് വായിക്കുന്നു എന്ന് വരുമ്പം ഷീ റീഡ്സ് വരണം, നൗ അല്ലെങ്കിൽ ടുഡേ. നാളെ വായിക്കും എന്ന് പറയുമ്പോൾ ഷീ വിൽ റീഡ് ടുമോറോ വരണം. അപ്പോഴേ ആ ടെൻസ് ക്ലിയർ ആവുള്ളൂ. അപ്പം എങ്ങനെയാണ് ആ ടെൻസിൻ്റെ ഫോർമേഷൻ എന്നുള്ളത് വളരെയധികം നന്നായി മനസ്സിലാക്കുക. അടുത്തതായിട്ട് വരുന്നത് ഓക്സിലിയറി വെർബ്സിനെയും മൊഡാൽസിനെയും. മൊഡാൽ എന്ന് പറയുന്നത് വിൽ, ഷോൾ പോലെയുള്ള 24 ഓക്സിലറീസിൽ നിന്നും 13 ഓക്സിലറീസ് പ്രൈമറി ഓക്സിലറീസ് എന്നും 11 ഓക്സിലറീസ് മൊഡാൽസ് എന്നും പറയും, അല്ലെങ്കിൽ സെക്കൻഡറി ഓക്സിലറീസ് എന്നും പറയും. അപ്പം അതെല്ലാം ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അവിടെ ടെൻസസും ഓക്സിലറി വെർബ്സും ഇതെല്ലാം മൊഡാൽസും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാരണം അതിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് പറയുമ്പോൾ ഈസാമാർ പ്ലസ് ING പറയുന്നെങ്കിൽ പെർഫെക്റ്റ് വരുമ്പോഴത്തേന് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഒക്കെ പറയുന്നു. ഇതെല്ലാം എന്നാൽ മൊഡാൽസ് വരുമ്പോഴത്തേന് ക്യാൻ, ദേ ക്യാൻ സ്വിം, ഐ ഷാൽ ഗോ, ഇങ്ങനെ നമ്മൾ മൊഡാൽസും യൂസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ യൂസേജ് എന്താണ് എന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കിയാൽ മാത്രമേ സബ്ജക്റ്റും വേർബും എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വരുന്നത് ഇൻവേർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്. അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ ഓക്സിലറി വെർബ്സ്, അത് ഞാൻ കഴിഞ്ഞ ആ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, ആ സെക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്സിലറി വെർബ് സാധാരണ ക്വസ്റ്റ്യൻസിൽ ആദ്യമാണ് വരുന്നത്. എന്നാൽ സെൻറ്റൻസ് വരുമ്പം സബ്ജക്റ്റിന് ശേഷമാണ് വരുന്നത്. നെഗറ്റീവ്സ്, അതായത് നോട്ട് ആഡ് ചെയ്യുന്നത് ഓക്സിലറി വെർബിൻ്റെ കൂടെ മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇപ്പം എന്തെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ ഐ ആം ഹാപ്പി എന്നുള്ളത് തന്നെ നിങ്ങൾ നോക്കൂ. ഐ ആം ഹാപ്പി എന്ന്, ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഹാപ്പി ആയി. ഞാൻ സന്തോഷവാനല്ല എന്ന് വരുമ്പോൾ നോട്ട് എവിടെ ആഡ് ചെയ്യും, ഓക്സിലറി വെർബിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഐ ആം നോട്ട് ഹാപ്പി വരും. എന്നാൽ ഞാൻ സന്തോഷവാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേന് ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ആദ്യമാവും, ആം ഐ ഹാപ്പി. ഓക്കെ, അപ്പം നീ സന്തോഷവാനല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആറിൻറ്റ് യു ഹാപ്പി. അപ്പം ആറിൻ്റെ എവിടെ വന്ന്, സബ്ജക്റ്റിന് മുമ്പ് വന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ മറ്റു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കളക്റ്റീവ് ആൻഡ് ഇൻഡെഫിനിറ്റ് സബ്ജക്ട്സ്. അതായത് ഇപ്പം ടീം, ഫാമിലി എന്നൊക്കെ വരുന്ന കളക്റ്റീവ് നൗൺസ് ഉണ്ടല്ലോ, അതെല്ലാം ചിലപ്പം സിംഗുലർ ആയിരിക്കും, ചിലപ്പം പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ ആണെങ്കിൽ ഇപ്പം പറയാണ് ദ ടീം ഈസ് വിന്നിങ്.
ടീം ഈസ് വിന്നിങ്. ജയിച്ചപ്പോൾ എന്തായി? ടീം വിൻ ചെയ്തു നമ്മൾ പറയുന്നത്, ജയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദ ടീം ആർ ആർഗ്യൂയിങ്, അതായത് എല്ലാവരും വിഭിന്നമായിട്ട് വേർതിരിഞ്ഞ് നിന്നപ്പോൾ അതിനെ ആറെന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു കമ്മിറ്റി ആണെങ്കിൽ ചർച്ച ഒന്നിച്ച് ഒരേ രീതിയിൽ നടക്കുകയാണെങ്കിൽ അത് നമ്മളവിടെ ഈസ് ഉപയോഗിക്കും. എന്നാൽ കമ്മിറ്റി വിഭിന്നമായിട്ട് വിഷയങ്ങളിൽ ചെതറി പോവുകയാണെങ്കിൽ നമ്മൾ കമ്മിറ്റി ആർ ഡിവൈഡഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ എവരി വൺ, നോബഡി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിംഗുലർ വേർബ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ എവരി വൺ ഈസ് ഹിയർ, അത് സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ അടുത്ത് വരുന്നത് കോമ്പൗണ്ട് സബ്ജക്റ്റ് ആണ്. കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നതെല്ലാം നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സബ്ജക്റ്റിനെയും വേർബിനെയും കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പം ധാരാളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ നിയമമായിട്ട് പഠിക്കാതെ ഇത് ശൈലികളിലൂടെ പഠിച്ചു പോയാൽ വളരെ എളുപ്പമായിരിക്കും. അത് ആ യൂസേജസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണോ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത് അത്രയും എളുപ്പത്തിൽ നമുക്ക് ഓരോന്നും മനസ്സിലാക്കി ചെയ്യാനും പറ്റും. ഓക്കെ, സെൻറ്റൻസസ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്, അതായത് ഇത് ഇന്നലെ നടന്നതാണോ ഇന്നത്തേതാണോ നാളത്തേതാണോ എന്നൊക്കെ നമുക്ക് നോക്കണം, ഇല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാണ് ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു എന്ന് പറയുമ്പം നമ്മളത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പം ഞാൻ സഹായിക്കുന്നു എൻ്റെ അമ്മയെ. ഇവിടെ ഞാനറിയാം ഐ, എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ മൈ മദർ, അത് നമുക്കറിയാം. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും അറിയാം, ഐയും മൈ മദർ. ഇനി അവിടെ ഇടയ്ക്ക് വരേണ്ടത് സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പാണെന്നറിയാം. ഹെൽപ്പാണോ, ഹെൽപ്റ്റാണോ, ഹെൽപ്സ് ആണോ, വിൽ ഹെൽപ്പാണോ ഒക്കെ നമുക്ക് സംശയം വരും, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒന്നും നോക്കാതെ ഇപ്പം നമ്മളിപ്പോൾ അവിടെ ഐ ഹെൽപ്റ്റോ വിൽ ഹെൽപ്പോ ഹെൽപ്പോ ഒക്കെ എഴുതിയാൽ ഇത് നാളത്തെ ആകാം, ഇന്നലത്തെ ആകാം, ഇന്നത്തെ ആകാം, ഏതുമാകാം, ഇല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യം സഹായിക്കുന്നു എന്ന ഒരു വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, സഹായിക്കുന്നു എന്നതിന് എപ്പോഴും ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ് ആയിരിക്കും വരുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലിങ്ങനെ വെച്ചേക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഡു വെർബ് എന്ന് പറയുമ്പം ഹെൽപ്പ് എന്ന അല്ലെങ്കിൽ ടോക്ക്, വാക്ക്, ജമ്പ് ഒക്കെ വരുമ്പം അവിടെ എല്ലാം ഡു എന്ന് പറയുന്നൊരു ഓക്സിലറി വെർബ് അണ്ടർലൈങ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പം ഒന്നും ചേർക്കാത്ത വെർബിനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡു വെർബ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഡു വെർബാണോ അല്ലെങ്കിൽ ഡസ് വെർബാണോ, അതായത് കണ്ണടച്ചൊരു വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ അത് ഡസ് വെർബാണ്. ചിലപ്പോൾ ഒരു ഇ എസ് ഒക്കെ വരാറുണ്ട് എന്ന് മാത്രം, ഓക്കെ, അല്ലെങ്കിൽ ഒരു IES ഒക്കെ വരാറുണ്ട്. പക്ഷേ അവിടെ നമ്മളിപ്പം ഹെൽപ്പിന് അവിടെ എസ് മാത്രം ചേർത്താൽ മതി, ഹെൽപ്സ്. അപ്പോൾ ഇവിടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്സ് ആണ് വരേണ്ടത്. പക്ഷേ അവിടെ വീണ്ടും സംശയം, ഇതിൽ ഏതാണ് വരേണ്ടത് എന്നതാണ് വീണ്ടും നമുക്ക് സംശയം വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, അവിടെ ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ പ്ലൂറൽ, ഈ മൂന്ന് സംഭവങ്ങൾ സബ്ജക്റ്റായി വരുമ്പോൾ, അതായത് ഐ, യു അല്ലെങ്കിൽ പ്ലൂറൽ എന്ന് പറയുമ്പം ദേ ആവാം, വി ആവാം, ചിൽഡ്രൻ ആവാം, സ്റ്റുഡൻസ് ആവാം, ഏതുമാകാം. അങ്ങനെ വരുന്ന ഏത് വന്നാലും അവിടെ ഡു വെർബ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡു വെർബ് വരുമ്പോൾ ഐ എന്ന് പറയുന്നത് ഞാൻ, യു നീ അല്ലെങ്കിൽ നിങ്ങൾ, പിന്നെ വരുന്നത് വിയോ ദേയോ സ്റ്റുഡൻസ് ഒക്കെയാണ്. ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെ വരുമ്പം അവിടെ ഡു വെർബ് ആയിരിക്കും നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, എന്നാൽ ഒരാൾ മാത്രം വരുന്നിടത്ത് നമ്മൾ ചേർക്കേണ്ടത് ഡസ് വെർബാണ്. ഐ അപ്പോൾ ഒരാളല്ലേ എന്ന് ചോദിക്കും, ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, ഐയെ കൂടുതലും പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. ചിലയിടത്ത് സിംഗുലർ ആവാറുണ്ട്, പക്ഷേ ഐയെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇവിടെ ഐ ഹെൽപ്പ് മൈ മദർ എന്നതാണ് അവിടുത്തെ സെൻറ്റൻസ് ആയിട്ട് വരുന്നത്.
ഓക്കെ, ഐ ഹെൽപ്പ് മൈ മദർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ ഏതായിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഐക്ക് പകരം സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് വരും? സ്റ്റുഡൻസ് ഹെൽപ്പ് മദർ. അവിടെ മൈ മദർ പറ്റൂലല്ലോ, എന്നാലും മതി, മൈ മദർ ആയാലും കുഴപ്പമില്ലല്ലോ. സ്റ്റുഡൻസ് ഹെൽപ്പ് മൈ മദർ, ഹെൽപ്പ് അല്ലേ വരുന്നത്. ദേ ആണെങ്കിലോ ദേ ഹെൽപ്പ് മൈ മദർ. ഓക്കെ, ചിൽഡ്രൻ ആണെങ്കിലോ ചിൽഡ്രൻ ഹെൽപ്പ് മൈ മദർ. ഇവിടെ എല്ലാം ഡു വെർബ് ആയിരിക്കും വരുന്നത്. ഓക്കെ, എന്നാൽ അവിടെ ഒരാൾ മാത്രമാണ്, ഇപ്പം ഹി അല്ലെങ്കിൽ രാജു ആണ് എൻ്റെ അമ്മയെ സഹായിക്കുന്നത്. ഇപ്പം രാജു എൻ്റെ അമ്മയെ സഹായിക്കുന്നു. എങ്ങനെ വരും? രാജു ഹെൽപ്സ് മൈ മദർ. ലീലയാണെങ്കിലോ ലീല ഹെൽപ്സ് മൈ മദർ. ഷീ ആണെങ്കിലോ ഷീ ഹെൽപ്സ് മൈ മദർ. എന്നാൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞു സ്റ്റുഡൻസ് ഹെൽപ്പേ വരുള്ളൂ. അതായത് സബ്ജക്റ്റിൽ എസ് വരുമ്പം വെർബിൽ എസ് വരരുത്, അത്രയും ചിന്തിച്ചോളൂ. അതായത് ഡസ് ഒരിടത്ത് വരുമ്പോൾ ഇപ്പുറത്ത് എസ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഡസ് വരൂല, എസ് ഫോം വരൂല. ഓക്കെ, നമ്മളിപ്പം സബ്ജക്റ്റിന് ഇപ്പം സ്റ്റുഡൻറ്റ് സിംഗുലർ ആണെങ്കിൽ സ്റ്റുഡൻസ് പ്ലൂറലാണ്, പക്ഷേ ഹെൽപ്പ് സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ഹെൽപ്സ് സിംഗുലർ ആണ്. വെർബിന് എസ് ഇടുമ്പോഴാണ് അത് സിംഗുലർ ആവുന്നതെന്ന് പഠിച്ചു വയ്ക്കുക. സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് ഏതാണ്? ഡസ് വെർബ്. മനസ്സിലായോ? അതായത് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുന്നതിന് സഹായിക്കാറുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഏതാ വരുന്നത്? ഇപ്പം നമ്മൾ പല്ല് തേക്കാറുണ്ട് എന്ന് പറയില്ലേ, അപ്പം പല്ല് തേക്കാറുണ്ട് എന്ന് പറയുമ്പോഴും എന്താ അവിടെ വരേണ്ടത്? ബ്രഷസ്. ഹി ബ്രഷസ്. ഐ ആണെങ്കിൽ ബ്രഷ്. ഹി ബ്രഷസ് ഹിസ് ടീത്ത്. ഐ ബ്രഷ് മൈ ടീത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബ് മാത്രമേ വരാവൂ. ഐ എക്സെപ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് പോലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ ഹി ഷീ ഇറ്റ് പോലെ വരുമ്പം ഹെൽപ്സ് വരും. ഐ യു ദേ വരുമ്പം ഹെൽപ്പ് വരും. ഓക്കെ, ഞാൻ ദിവസവും നടക്കാറുണ്ട്. എങ്ങനെ വരും? ഐ വാക്ക് എവറി ഡേ. എന്നാൽ അവൻ എല്ലാ ദിവസവും നടക്കാറുണ്ട് എന്നാണെങ്കിലോ ഹി വാക്സ് എവറി ഡേ. കുട്ടികൾ പഠിക്കാറുണ്ട്. സ്റ്റുഡൻസ് സ്റ്റഡി. കുട്ടി പഠിക്കാറുണ്ടെന്നാണെങ്കിലോ സ്റ്റുഡൻറ്റ് സ്റ്റഡീസ്. ഓക്കെ, അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്. മദർ കുക്സ് ഫുഡ്. കണ്ടോ? എന്നാൽ അവർ കുക്ക് ചെയ്യുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് എന്നാണെങ്കിലോ ദേ കുക്ക് ഫുഡ്. അപ്പോൾ ഇവിടെ മനസ്സിലായോ? അതായത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? അതായത് ഇന്ന് ചെയ്യുന്നു, ഇന്ന് ചെയ്യാറുണ്ട്, ഇന്ന് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പം എന്ത് ഫോമാണ് വരേണ്ടത്? ഡസ് വെർബാണ് വരേണ്ടത്. എന്നാൽ ഈ സെയിം കാര്യം ഞാൻ പറയാം, ഞാൻ അമ്മയെ ഇന്നലെ സഹായിച്ചു എന്നാണെങ്കിലോ, ഇപ്പം നമ്മൾ ഐ ഹെൽപ്പ് മൈ മദർ പറഞ്ഞു. ഇവിടെ ഞാൻ അമ്മയെ സഹായിച്ചു അല്ലെങ്കിൽ ഇന്നലെ സഹായിച്ചിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഹെൽപ്ഡ് യൂസ് ചെയ്യാം. അതായത് ഡിഡ് വെർബ്, ഡിഡ് പ്ലസ് ഹെൽപ്പ്. അപ്പം എന്ത് വരും? ഹെൽപ്ഡ്. ഓക്കെ, ഐ ഹെൽപ്ഡ് മൈ മദർ. ഞാൻ ഇന്നലെ അവനോടൊപ്പം നടന്നു. ഇന്നലെ നടന്നു എന്ത് പറയും? ഐ വാക്ക്ഡ് യെസ്റ്റർഡേ. ഐ വാക്ക്ഡ് യെസ്റ്റർഡേ. ഇവിടെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇന്നലെ ഞാൻ സ്കൂളിൽ പോയി. ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അവിടെ ഗോ എന്നാണ് പോകുക എന്നതിന്. അതിനോടൊപ്പം ഡിഡ് ചേർത്താൽ വെൻ്റാണ്, ഗോഡല്ല. ഓക്കെ, അതായത് റെഗുലർ വെർബെന്നും ഇറഗുലർ വെർബെന്നും ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു വെർബ് ഇപ്പം ഹെൽപ്ഡ്, വാക്ക് വാക്ക്ഡ്, ജംപ് ജംപ്ഡ്, ഇതെല്ലാം റെഗുലർ വെർബ്സ് ആണ്. അതായത് ഒരുപോലെ മാറും. ഡിഡ് ആഡ് ചെയ്തങ്ങ് പോത്തേ ഉള്ളൂ. പക്ഷേ ഇറഗുലർ വെർബ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗോ വെൻറ്റ്, ഗോൺ. കണ്ടോ? കം കെയിം, കം. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഇതെല്ലാം ഇറഗുലർ വെർബ്സ് ആണ്.
അപ്പം ഡിഡ് വെർബ് ആഡ് ചെയ്ത ആ വെർബിൻ്റെ ഫോംസുകളൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് ഫോംസ് മനസ്സിലാക്കുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം ഇതുകൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുന്നോണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡിഡ് വെർബ് ചേർക്കുമ്പോൾ എന്താവും? ഞാൻ ഇന്നലെ പോയി, ഞാൻ കഴിഞ്ഞ വർഷം പോയി, ഞാൻ ഇന്നാൾ പോയിരുന്നു എന്നൊക്കെയാവും. ഓക്കെ, ഡിഡ് വെർബ്. എന്നാലും ഞാൻ പറയണ, ഞാൻ നാളെ സ്കൂളിൽ പോകും എന്ന് വരുന്നത് എവിടെ നാളത്തെ കാര്യം പറയുന്നത്? ഇവിടെ കണ്ണടച്ച് വില്ലാടി ചെയ്തേക്കണം. പോകുക എന്നുള്ളതിന് ഗോ ആണ്. ഐ വിൽ ഗോ ടുമോറോ. ഞാൻ നാളെ പോകും. ഞാൻ നാളെ ഫുട്ബോൾ കളിക്കും. ഐ വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഐ ആയാലും യു ആയാലും ഹി ആയാലും ഷീ ആയാലും എല്ലാം വിൽ പ്ലസ് വെർബായിരിക്കും. ഡിഡ് വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഇന്നലെ, ഇന്ന്, നാളെ ഈ 3 രീതിയിലുള്ള കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസിലേക്ക് നോക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ അവിടെ എല്ലാ ദിവസവും വരാറുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, നാളെ ഞാൻ അവിടെ വരും. നെക്സ്റ്റ്, നിനക്ക് എന്നോടൊപ്പം വരാമോ? അടുത്ത ക്വസ്റ്റ്യൻ, അവൻ എന്നെ വിളിക്കാറുണ്ട്. അവൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇത്രയും ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിൽ സംശയമുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.